50 വയസ്സില് 3 കോടി വേണം എന്നുള്ളതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 ഒരാൾ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന് 40 വയസ്സാണ്. അദ്ദേഹം നമ്മളെ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ വീഡിയോ കണ്ട് വിളിച്ചതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ റിട്ടയർമെന്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ കണ്ടിട്ടാണ് എന്നെ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തത്. 10 വർഷം കൊണ്ട് 3 കോടി നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. 10 വർഷം കൊണ്ട് 3 കോടി രൂപ നേടിക്കഴിഞ്ഞാൽ മാസം 1 ലക്ഷം രൂപയൊക്കെ വെച്ച് അതിൽ നിന്ന് ചെയ്തുകൊണ്ട് ജീവിക്കാലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ 10 വർഷം കൊണ്ട് 3 കോടി നേടുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് കുറച്ചധികം സമയം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ കോമ്പൗണ്ടിങ്ങിന്റെ ആ മാജിക് വെച്ചിട്ട് നമുക്ക് ധാരാളം പണം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങണം എന്നുള്ളത്. അതായത് പലരും പല ഉദാഹരണങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഒരു 10 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ എമൗണ്ട് ഉണ്ടാക്കുന്നതിനായിട്ട് 5 വർഷം കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ പല സാമ്പിളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന് അത് വളരാനുള്ള സമയം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കേസിൽ ഇദ്ദേഹത്തിന് ആകെ 10 വർഷമേ ഉള്ളൂ. 40 വയസ്സ് വരെ ജോലി ചെയ്തു. ഇനി 10 വർഷം കൊണ്ട് ജോലി ചെയ്തിട്ട് ഈ റിട്ടയർമെന്റിനുള്ള പൈസ ഇനി ഉണ്ടാക്കണം എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശരി, കുഴപ്പമില്ല. അദ്ദേഹം വളരെ നമ്മൾ പറയുന്ന പോലെ ചെയ്യാനും റെഡിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻത്യൂസിയാസവും ആ ഒരു അഗ്രസീവ്നെസ്സും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഒരു പ്ലാൻ അദ്ദേഹത്തോട് സെലക്ട് ചെയ്ത് കൊടുത്തു. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു റിട്ടയർമെന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതി ഫോളോ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡയറക്ഷൻ കിട്ടുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും ഈ കുറഞ്ഞ കാലയളവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊരു റിസ്ക് എടുക്കണം എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം റിസ്ക് എടുക്കാൻ റെഡിയാണ്. പക്ഷെ റിസ്ക് എടുക്കുന്നത് ഓവറായിട്ടുള്ള റിസ്ക് ആവരുത് എന്നും പറഞ്ഞു കൊടുത്തു. അതായത് നമ്മൾക്ക് പൈസ നഷ്ടം, വളരെ വലിയ രീതിയിലുള്ള നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരികെ എടുക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം, അല്ലെ? അതായത് 10 വർഷം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എമൗണ്ട് വലിയൊരു റിസ്ക് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 4-5 വർഷം കൊണ്ട് ബാക്കിയുള്ള മൊത്തം പൈസ വീണ്ടും ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അതുകൊണ്ട് റിസ്ക് എടുക്കാം, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കേണ്ടി വരും. പക്ഷെ ഓവർ റിസ്ക് എടുത്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും എന്നുള്ളതാണ് അദ്ദേഹത്തോട് ആദ്യമേ പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിന് അത് കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു പ്ലാൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ള ഒരു പ്ലാൻ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടുകളും കുറച്ച് സ്റ്റോക്കുകളും കൂടിയുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്ത് കൊടുത്തത്. അത് തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഒരിക്കലും നിർത്തരുത് എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. ഒരു കാരണവശാലും ഈ സിസ്റ്റമാറ്റിക് പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ചെയ്യാതിരിക്കരുത്, ഒരു മാസവും അത് ഒഴിവാക്കി വിടരുത് എന്നുള്ളതാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അതായത് ആ ഒരു ഡിസിപ്ലിനും കൃത്യമായിട്ടുള്ള ഒരു അഗ്രസീവ്നെസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു കൊടുത്തത്. ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ വർഷം 1 ലക്ഷം രൂപയ്ക്കാണ് നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10% വെച്ചത് വർദ്ധിപ്പിക്കണമെന്നും പറഞ്ഞു കൊടുത്തു. അതായത് ഇപ്പോൾ 1 ലക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഒരു 1.10 നിക്ഷേപിക്കണം, പിന്നത്തെ വർഷം 1.20 നിക്ഷേപിക്കണം, അല്ലെങ്കിൽ 1.21 നിക്ഷേപിക്കണം. അങ്ങനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഒരു കാരണവശാലും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് പടിപടിയായിട്ട് കൂട്ടണം. നമ്മൾ റിസ്ക് എടുക്കണം, പക്ഷെ ഓവർ റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അദ്ദേഹം ആദ്യത്തെ മാസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 12 മാസം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1-2 ഫണ്ടുകളിലായിട്ട്, അതായത് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലായിട്ട് 40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. 1 അല്ലെങ്കിൽ 2 ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ 40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. രണ്ടാമത്തേത് പറഞ്ഞു കൊടുത്തത്
ഒരു 15,000 രൂപ ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക എന്നാണ് പറഞ്ഞത്. ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 50 കമ്പനികളിലും 30 കമ്പനികളിലും ഒക്കെ നിക്ഷേപിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഈ ഇൻഡെക്സ് ഫണ്ട്. മറ്റൊരു 20,000 രൂപ ഒരു മിഡ് ക്യാപ് ഫണ്ടിലും സ്മോൾ ക്യാപ് ഫണ്ടുകളുമായിട്ട് മിക്സ് ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പോൾ 40,000 രൂപ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ പല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള അല്ലെങ്കിൽ പല വലിപ്പത്തിലുള്ള കമ്പനികളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ 40,000, 15,000 രൂപ ഇൻഡെക്സ് ഫണ്ടിൽ, 20,000 രൂപ ചെറുകിട കമ്പനികളുടെ ഇടത്തരം കമ്പനികളുമായിട്ടുള്ള മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടുകളിലായിട്ട് ഇടുക എന്നുള്ളതാണ്. ഇതിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. അതായത് ഇപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടുകളിലെ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ ഇടുന്ന 40,000 രൂപയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ നമ്മളുടെ പെയ്ഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന ക്രോർപതി പ്രോഗ്രാമിലൂടെ ഫോളോ ചെയ്യുന്ന 10 സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ അദ്ദേഹത്തിന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇടുന്നതിന് പകരമായിട്ട് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതായത് ഇപ്പോ ഒന്നുകിൽ 40,000 രൂപ 2 ഫ്ലെക്സി ക്യാപ് ഫണ്ടിലായിട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു 10 സ്റ്റോക്കുകളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇടുക. അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ 15,000 രൂപ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഈ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ലാഭം തരുന്ന നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലെ 50 കമ്പനികളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞാൽ ETF-ൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ബാക്കി 20,000 രൂപ മിഡ് ക്യാപ് ഫണ്ടിലും സ്മോൾ ക്യാപ് ഫണ്ടിലുമായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഇതാണ് നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഒരു രീതി നല്ല രീതിയാവാൻ സാധ്യതയുണ്ട് എന്നുള്ള അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹം അത് ഒരു ഫ്രണ്ട്ലി സജഷൻ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10% ഓരോ വർഷവും ടോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ അടുത്ത 10 വർഷം കൊണ്ട് നമുക്കൊരു 13% ആവറേജ് റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയ്ക്കടുത്ത് എത്തും എന്നുള്ളതാണ്. ഇപ്പോഴും പിന്നെ നമ്മൾ അതോടൊപ്പം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 8ാമത്തെ വർഷവും 9ാമത്തെ വർഷവും 10ാമത്തെ വർഷവും അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിന് പകരമായിട്ട് നമ്മൾ അടുത്ത വർഷങ്ങളിലേക്ക് നമ്മൾ റിട്ടയർമെന്റിന് അടുത്തെത്തി, നമ്മളിപ്പോ അടുത്ത വർഷങ്ങളിലേക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള പൈസ എന്നുള്ള രീതിയിൽ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലോ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലോ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലോ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം എന്നും പറഞ്ഞു. അതായത് അവസാനത്തെ 3 വർഷം അതിൽ നിന്നുള്ള പൈസ ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ പൈസ ഈ നമ്മളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലും ഇടാതെ ഒരു സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുകയോ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത്. അതിന്റെ കാരണം എന്താ, നമ്മൾക്ക് ഈ റിട്ടയർമെന്റ് ആയി നമുക്കിനി ഇൻകം ഒന്നും ഇല്ല, ആ സമയത്ത് മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തകർച്ചയിലാണ് അല്ലെങ്കിൽ സ്റ്റോക്കുകളെല്ലാം തകർച്ചയിലാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ആവശ്യത്തിന് പൈസ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അത് ഒഴിവാക്കുന്നതിനായിട്ട് ആ ഫണ്ട് കൃത്യമായിട്ട് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞു. അതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയാണ് ബക്കറ്റ് സ്ട്രാറ്റജി കേട്ടോ. ബക്കറ്റ് സ്ട്രാറ്റജി എന്നാണ് പറയാ. പലവിധ ആവശ്യങ്ങൾക്കായിട്ട് 3ഓ 4ഓ സെഗ്മെന്റുകളായിട്ട് ഫണ്ടുകളെ തിരിച്ചുകൊണ്ട് ഫോളോ ചെയ്യുന്ന രീതിയാണ്. നമ്മളുടെ ആസ്ക് പേയ്മെന്റ് സർവീസിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അത് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് നമ്മളെ ആസ്ക് പേയ്മെന്റ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇങ്ങനെ ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 10 വർഷം കൊണ്ട് 3 കോടി രൂപ ഉണ്ടാക്കാനും അത് അദ്ദേഹത്തിന്റെ ഒരു ബെറ്റർമെന്റിനായിട്ട് അല്ലെങ്കിൽ റിട്ടയർമെന്റിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾക്ക് ഇതൊരു രീതിയിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.